Academy, India's #1 language academy. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനറിലേക്ക് കിടക്കുകയാണ്. സിബിയോടും ശോശയോടും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. When did you meet first as Sibi and Shosha and how did you feel? സിബിയും ശോശയായിട്ട് നിങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടത് എപ്പോഴാണ്? സിബിയും ശോശ എപ്പോൾ നേരിട്ട് കണ്ടു എന്നാണോ? ഞങ്ങൾ ലൊക്കേഷനിൽ എപ്പോൾ നേരിട്ട് കണ്ടു എന്നല്ലേ? കട്ടപ്പനയിൽ വെച്ചായിരുന്നു. ഇവർ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു 12 അതല്ലേ എപ്പോ രാജു ഞാൻ ജനിച്ചപ്പോ ചിലപ്പോ സിബി വന്ന് കണ്ടായിരിക്കും. അത് ഞാൻ വന്നപ്പോ കണ്ടാണ്. ഞാൻ ജനിച്ചപ്പോ വന്ന് കണ്ടു കാണില്ലേ സിബി? അവനെ വേറെ രീതിയിലാണ് കൊണ്ടാടുന്നത്. ഇനിയിപ്പോ സിബിയും ശോശയും വലുതായി എന്ന് വിചാരിക്കാം, ചെറുത് നമുക്ക് മാറ്റി നിർത്താം. ഓക്കെ, വലുതായി കഴിഞ്ഞിട്ട് സിബിയിലും ശോശയിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? അവര് വലുതായില്ലേ ഷൈൻ ചേട്ടാ? വലുതായി വലുതായി. ഓക്കെ, ഇപ്പോ സിബി ആൻഡ് ശോശയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? സിബിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അല്ല, ഇനി എന്ത് പ്രശ്നം വന്നാലും സിബി കൂടെ ഉണ്ടാവും ശോശയുടെ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. സിബിക്ക് ഇപ്പൊ പ്രത്യേകിച്ചൊന്നും പറയാനല്ലോ, പറഞ്ഞല്ലോ, വലിയൊരു കോംപ്ലിമെന്റ് തന്നല്ലോ. ഇനി ശോശയില് മനസ്സിലാവും, അതായത് ഒരു ചെറിയ ഒരു ടീസിങ് സ്വഭാവമുണ്ട് ശോശയ്ക്ക്, അത് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു അതെ ഒരു കുസൃതിയുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാ കാണുന്നവർക്കും വർക്കാവും തോന്നും. ആ ഒരു സ്വഭാവമാണ് സിബിക്കും ശോശയോട് എനിക്ക് തോന്നുന്നു ഇഷ്ടം തോന്നാനുള്ള മെയിൻ കാരണം. പിന്നെ ചെറുപ്പം മുതൽ കാണുന്നു എന്ന് പറയുന്നതും ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിരിക്കും. സിബി പക്ഷെ വേറൊന്നും കാണുന്നില്ലായിരുന്നു, അത് ഞാനിപ്പോ പറയുന്നില്ല. അത് പറയാൻ പാടില്ല, കഥ പൊളിഞ്ഞില്ലേ? ഇനി എനി സിമിലാരിറ്റീസ് വിത്ത് യുവർ റെസ്പെക്റ്റീവ് ക്യാരക്ടേഴ്സ്? നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ആയിട്ട് ഈ സിബിക്കും ശോശയ്ക്ക് എന്തെങ്കിലും സാമ്യമുണ്ടോ റിയൽ ലൈഫിൽ? ശോശയ്ക്കുള്ള കുറച്ചൊരു ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്, വെറുതെ ഇങ്ങനെ ചൊറിയുന്ന ഒരു സ്വഭാവമുണ്ട്, അതെനിക്ക് ശരിക്കും ഉണ്ട്. സിബി എന്തെങ്കിലും ചെറിയ സാമ്യമൊക്കെ ഉണ്ടെങ്കിലുള്ളൂ, പക്ഷെ വലിയ സാമ്യം എന്നാലൊരു എടുക്കുന്ന കാര്യം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട്. അതൊരു പരിധിവരെ എനിക്കുണ്ടെന്ന് തോന്നണം. പക്ഷേ കുറച്ചധികം കൺഫ്യൂസ്ഡും ആണ് സിബിനെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ ആ കൺഫ്യൂഷനും ഒരു പരിധിവരെ എനിക്കുമുണ്ട്. കറക്റ്റാ. ബെസ്റ്റ് മെമ്മറി ഡ്യൂറിങ് ഷൂട്ടിന്റെ സമയത്ത്? കാരണം കുറേ ദിവസം ഉണ്ടായിരുന്നല്ലോ, കട്ടപ്പനയും ഈരാറ്റുപേട്ടയൊക്കെ ആയിട്ട് നമ്മൾ ലൊക്കേഷൻ മാറി ഇങ്ങനെ പോവായിരുന്നു. അപ്പൊ ബെസ്റ്റ് മെമ്മറി ഏതാണ്? എനിക്കധികം മെമ്മറി ഇല്ല ഷൈൻ ചേട്ടാ. ബെസ്റ്റ് മെമ്മറി എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഫാമിലി സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്തപ്പോൾ ഉള്ളതായിരിക്കും. നൈറ്റ് ഷൂട്ടും കാര്യങ്ങളും ഞങ്ങൾ ബാക്ക് ടു ബാക്ക് ആയി ഒരുപാട് ദിവസം നൈറ്റ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തപ്പം നമ്മൾ ഇങ്ങനെ അല്ല, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുള്ള കുറേ സീൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ശരിക്കും ആദ്യത്തെ 1-2 ദിവസം മാത്രമാണ് നമ്മൾ ഷൂട്ടിംഗ് എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളൊക്കെ ഫാമിലി ആയി. ഇപ്പം ഞാൻ രഞ്ജി സാറിനെ ആയാലും പപ്പാന്നും പിന്നെ പാർവതി ചേച്ചിനെ മമ്മീന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ ചേട്ടാ അതെ. അപ്പൊ ഒരു ഷോട്ട് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് ചെന്നതാണ്. രാവിലെ ലൈറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്നിട്ട് അപ്പോൾ നമ്മുടെ അസോസിയേറ്റ് പറഞ്ഞൊരു അടിപൊളി ലൊക്കേഷൻ, ഡാം കാണാൻ പറ്റുന്ന ലൊക്കേഷനാണെന്നും പറഞ്ഞ് ഞങ്ങൾ ചെന്നത്. അങ്ങനെ അപ്പോൾ 6 മണിക്ക് ലൈറ്റ് വരും. അപ്പോൾ അതിന് മുമ്പ് ചെല്ലാം. അപ്പം ഞങ്ങൾക്ക് ആ ടെൻഷനിൽ ഉറങ്ങാൻ പോലും പറ്റില്ല. നേരെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ചെന്ന് നേരെ ഒരു ചെറിയൊരു ഇടവഴിയൊക്കെ ഇറങ്ങി ഇങ്ങനെ കയറി ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഡാം കാണിച്ചു തരാം. നോക്കുമ്പോൾ ഫുൾ കോട, വെളിച്ചം പോയിട്ടൊന്നും പരിപാടിയില്ല. അങ്ങനെ അതന്ന് സൺറൈസ് ഷോട്ടില് അല്ല, അതിന്റെ സംഭവം 5:30 മണിക്ക്
ഇത് 5:30 മണിക്ക് ചേട്ടാ 5:30 മണിക്ക് ആ ഷോട്ട് എടുക്കണം ചേട്ടാ എന്ന് വെച്ചാൽ സൺറൈസ് വിത്ത് ഡാമിൻ്റെ അവിടെ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്നത് ഭയങ്കര ഭംഗിയാണ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 5:45 ഇറങ്ങിയപ്പോൾ ഷൈൻ പോയേക്കാണ്. ദൈവമേ എന്നൊക്കെ. ഷൈൻ ടോം ചാക്കോ അല്ല പറയുന്നത്, ഷെയ്ൻ നിഗം. അദ്ദേഹം ഇറങ്ങി പോയിരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് ചെന്ന് അവിടെ ചെല്ലുമ്പോഴേക്കും മാറി ഫുള്ള് മഞ്ഞ്. അങ്ങനെ ഡയറക്ടർമാർ പതുക്കെ ഞങ്ങളെ കാണുമ്പോൾ തലയൊക്കെ താത്തി ക്യാമറമാൻ ഇവിടെ എങ്ങാണ്ട് ആയിരുന്നല്ലോ ആ സാധനം എന്നൊക്കെ പറഞ്ഞു. ഫുൾ കോടയായിട്ട് ഒന്നും കാണാനില്ല. ഞങ്ങൾ ചിരിയോട് ചിരി. ഞങ്ങൾ അതിൻ്റെ അടുത്തൊരു വീട്ടിൽ നിന്ന് കട്ടൻ ചായ ഒക്കെ മേടിച്ചിട്ടിരുന്നപ്പോൾ അന്നെ സൂര്യൻ വന്ന് നോക്കാൻ തോന്നുന്നു. ലാസ്റ്റ് സൂര്യൻ 9 മണിക്ക് മുകളിലാണ് കണ്ടത്. സൂര്യൻ 5:30 മണിക്കൊന്നും പൊങ്ങിയില്ല. അത് ഭയങ്കര ഒരു ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു. പിന്നെ അതിനുശേഷം ലൂക്കൊക്കെ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ തല താത്തി പോകുന്ന ക്യാമറമാൻ ആയിട്ട് കണ്ടു. പിന്നെ നമ്മൾ ആ സമയത്ത് ഇതുവരെ വിളിച്ചിട്ടില്ല. ഒരു തവണ നടന്നു. ഹൂ ഈസ് മോർ ഫണ്ണി ആൻഡ് ഹൂ ഈസ് മോർ മൂഡി? 2 ക്യാരക്ടേഴ്സിൽ സിബി മൂടി 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 ഭയങ്കര ഭയങ്കര ഇങ്ങനെ ഉറക്കം തൂങ്ങി അങ്ങനെ. കൂടുതൽ ഫണ്ണി ആരാണ്, മൂഡി ആരാണ്? ഫണ്ണി സിബി ആയിരിക്കും തോന്നുന്നു അല്ലേ? കയറങ്ങി 12 മണിക്കായിരുന്നു. കൊള്ളാം കൊള്ളാം. ഫണ്ണി സിബി ആയിരിക്കും. മൂടിയാണോ ശോശ? ശോശ മൂടിയൊന്നും അല്ല, പക്ഷെ ഫണ്ണി സിബി ആണ്. ഇതിനകത്ത് എനിക്ക് ആക്ച്വലി ഇതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ ഷെയ്നെ ഇതുവരെ കാണാത്തൊരു ഷെയ്നെ ആയിരിക്കും നിങ്ങൾ ഈ സിനിമയിൽ കാണാൻ പോകുന്നത്. നമ്മൾ കുഞ്ഞിലെ കണ്ടിട്ടുള്ള, നമ്മൾ മലയാളികൾ കാണാൻ ആഗ്രഹിച്ച ഒരു ഷെയ്ൻ നിഗം അതായിരിക്കും ഈ സിനിമയിൽ കാണുന്ന സിബി. നമ്മുടെ സോങ്ങിലുള്ള ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതൊന്ന് രണ്ടുപേരും കൂടെ ഒന്ന് കാണിക്കും. ഷൂട്ടിംഗ് പറ്റില്ല. അപ്പൊ ഷാരോൺ പറയൂ, എന്തൊക്കെയാണ് ഷൂട്ടിംഗ് വിശേഷങ്ങൾ? ഷൂട്ടിംഗ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ നേരത്തെയാണ് എപ്പോഴും ലൊക്കേഷനിൽ എത്താറ്, അല്ലേ? അല്ലേ? ഒരിക്കൽ മാത്രമാണ് എന്നെ കാണാതായ ഒരു അനുഭവം ഉണ്ടായത്. അത് നമ്മളെല്ലാവരും കൂടി പോയ ഒരു ഖത്തർ ദുബായ് ട്രിപ്പിന് ശേഷം ഷാർജയിൽ വെച്ചാണ് എന്നെ കാണാതെയാവുന്നത്. എനിക്ക് തന്നെ കാണാതായ ദിവസങ്ങളാണ് എന്നെ. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് എന്ത് പറയും? ഒരാളെ കാണാതെയാവുമ്പോ നമുക്കും കാണാതെയാവണല്ലോ, അല്ലേ? അല്ലെങ്കിൽ കാണാതായി എന്ന് പറയാൻ പറ്റുമോ? മനസ്സിലായ ഞാൻ പറഞ്ഞത് പാർവതിക്ക്? അപ്പൊ അതിനെ കുറിച്ച് ഞാൻ എങ്ങനെ പറയും? ചേച്ചിക്ക് അറിയായിരുന്നു എവിടെ പോയിന്ന്? ഒരു ഐഡിയ ഉണ്ടായില്ല അല്ലേ? ഞാൻ സെറ്റിൽ വന്നപ്പോ എല്ലാരും എന്നോടാ ചോദിച്ചേ ഷൈൻചാരൻ എവിടെ പോയിന്ന്. ഞാൻ ചെറിയ ഓക്കെ. ഇനി നമ്മുടെ സിബിയുടെ അച്ഛൻ വരൂ, ബേബി. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഷെയ്നായിട്ടുള്ള നമ്മുടെ ഷൂട്ടിംഗ് സെറ്റിലെ അനുഭവങ്ങളൊക്കെ? ഷെയ്ൻ്റെ
ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രിയാണ്. രണ്ട് കെമിസ്ട്രി ഉണ്ട്. എന്താ ചോദിച്ചാ കേട്ടില്ല. ഞങ്ങൾ തമ്മിൽ സിബി ഷെയ്ൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ്. കുട്ടിക്കാലം മുതൽ എനിക്കറിയാവുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണിത്. അതുകൊണ്ട് ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയുടെ പുത്രനാണ് ഇപ്പം ഇദ്ദേഹം. അറിയാമല്ലോ, ഞങ്ങളുടെ അമ്മ സംഘടനയുടെ വളർത്തു പുത്രനാണ്. അപ്പോൾ ആ വളർത്തു പുത്രനെ നോക്കേണ്ട കടമ ചുമതലയൊക്കെ എന്നിലായിരുന്നു. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഞാൻ പലപ്പോഴും പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥയിൽ പോലും ഷെയ്ൻ ഭയങ്കര കൺട്രോളായിട്ട് പോയ ഒരു സിനിമയാണത്. ഞാൻ ആലോചിച്ചു ഈ ഷെയ്ൻ ഇത്രയും കൺട്രോൾ ഉണ്ടോ എന്നൊക്കെ. കാരണം ഈ പറഞ്ഞ പോലെ 5:30 മണിക്ക് പോകേണ്ട സ്ഥലത്ത് എന്നേക്കാളും മുമ്പ് എണീറ്റ് ലൊക്കേഷനിലെത്തുകയും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അദ്ദേഹം അതിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്ന കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ സംഘടന എല്ലാവരോടും പറഞ്ഞു. കാരണം നമ്മളന്ന് പറഞ്ഞ വളരെ കറക്റ്റാണ്. നമ്മളന്ന് എടുത്ത തീരുമാനങ്ങളും വളരെ നല്ലതാണ്. ഇനിയുള്ള കാലം ഈ ഷെയ്ൻ്റെ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല. ഇത് ഞാൻ വളരെ വ്യക്തമായിട്ട് അന്ന് പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മീറ്റിങ്ങിലും ഞങ്ങളുടെ സംഘടനയുടെ മീറ്റിങ്ങിലെല്ലാം പറഞ്ഞതാണ്. ഒരാളെക്കുറിച്ച് നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് കാണിച്ച ഈ ഷെയ്നെ കുറിച്ച് ഇത്തിരി പറയാൻ കൂടുതലുണ്ട്. അത് ഞാൻ ഷെയ്ൻ നികത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം എന്തായാലും ഞങ്ങൾ ആദ്യത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് വന്നത് തന്നെ വലിയ ഹെവി ആയിട്ടുള്ളൊരു ഹ്യൂമറായിട്ടുള്ള സംഭവമാണ്. അത് ഞങ്ങൾ വളരെ അതിൽ മുതൽ ഞങ്ങൾ ഭയങ്കര അങ്ങോട്ട് ധാരണയിലായി. പിന്നെ ഞങ്ങൾ അങ്ങ് തകർത്തിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം ഇത് കാണുന്ന ആൾക്കാരിലേക്ക് ഇരിക്കട്ടെ. താങ്ക് യു. താങ്ക് യു ബാബു ചേട്ടാ. അപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതിനി എപ്പോൾ വരും, എപ്പോൾ റിലീസ് ആവും എന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ സാന്ദ്ര ചേച്ചിയും വിൽസൺ ചേട്ടൻ, അതാ ഞാൻ പറഞ്ഞത്, പക്ഷെ സാന്ദ്ര ചേച്ചിയും വിൽസൺ ചേട്ടനൊക്കെ എല്ലാം ഭയങ്കര സ്പീഡപ്പാണ്. ഒരു പടം ഷൂട്ട് കഴിഞ്ഞു, ഇനി അത് അധികം ലേറ്റ് ആവാതെ ഇറക്കണം എന്നുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡപ്പായിട്ടാണ് പോയത്. അപ്പൊ ഞങ്ങളുടെ ഈ ലിറ്റിൽ ഹാർട്ട്സ് എന്ന ഞങ്ങളുടെ ഈ സിനിമയുടെ ടീസർ ഇപ്പൊ ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ചേട്ടാ അത് യൂട്യൂബില് നമുക്ക് കാണണ്ടേ, ചേട്ടനെ കാണിക്കാൻ വേണ്ടി ഇപ്പൊ ഇടാൻ പോകുന്നേ, കണ്ടോ? ഓക്കെ, അപ്പൊ നമ്മളുടെ ലിറ്റിൽ ഹാർട്ട്സ് മൂവിയുടെ ടീസർ ഒന്ന് കാണാം നമുക്ക്.